ശ്രീ ഗോപൻ, ഇങ്ങനെ ഒരു ആക്ഷേപമുള്ള സ്ഥിതിക്ക് പരാതി കൊടുക്കുമോ CPM? അല്ല, CPM-ന്റെ പരാതി അദ്ദേഹം അവിടെ പത്തനംതിട്ടയിലെ ഭാരവാഹി എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷെ കേരളീയ സമൂഹം ഞെട്ടിപ്പോയ ഒരു പകൽ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഒരു പാർലമെന്റ് മെമ്പർ, അത് സീനിയർ ആയിട്ടുള്ള ഒരു പാർലമെന്റ് മെമ്പർ, വെറും പാർലമെന്റ് മെമ്പർ അല്ല, KPCC പ്രസിഡന്റ് ആക്കാൻ അവരാലോചിച്ച ഏറ്റവും ചെറിയ ഷോർട്ട് ലിസ്റ്റിനകത്ത് പെടുത്തിയ ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് അദ്ദേഹം അതിന് കാരണമായി അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയാണ്. ആ വാക്ക് പിന്നീട് അദ്ദേഹം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടാണ് ഇലക്ഷൻ വർക്ക് നടത്തുന്നത്. പക്ഷേ 2 മാസം കൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പണം എവിടുന്നാണ് 2 മാസം കൊണ്ട് അദ്ദേഹം തിരിച്ചു കൊടുത്തതെന്നും കൂടെ പറയാനുള്ള ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം കൊടുത്ത കണക്ക് എത്രയാണെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. അദ്ദേഹം എത്ര ചെലവാക്കി, എത്ര ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന്, ഇനി ശ്രീ രാജു അല്ലാതെ, നെടുമ്പറപ്പിൽ ഫിനാൻസ് അല്ലാതെ ആരിൽ നിന്നല്ല ഇങ്ങനെ അനധികൃതമായിട്ട് പണം അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അത് വരുമ്പോഴാണ് പോറ്റിയെ കൊണ്ട് ഡൽഹി പോയ വകുപ്പിൽ അദ്ദേഹത്തിന് എത്ര കിട്ടിയെന്നും കൂടെ കണക്ക് പറഞ്ഞാൽ മതി. കാരണം പോറ്റിയെ അവിടെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നതിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അത് അടൂർ പ്രകാശ് ഇദ്ദേഹം പറഞ്ഞ ഡേറ്റുകൾ തമ്മിൽ വലിയ വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. അങ്ങനെ അങ്ങനെ അനധികൃതമായിട്ട് വലിയ തോതിൽ പണം കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ പകൽ കൊള്ളയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത്. പകൽ കൊള്ള നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് ശ്രീ രാജു തകർന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ തകർച്ച രക്ഷിക്കാൻ പണം തിരിച്ചു കൊടുക്കലാണ് വേണ്ടുന്നത്. അതാണ് അതിന്റെ മര്യാദ. പണം തിരിച്ചു കൊടുത്തിട്ട് അല്ല, ശ്രീ ആര്യ കണക്ക് പറഞ്ഞാൽ മതി. എത്ര രൂപ പാവം എൻ.എം. രാജു തകർന്നു നിൽക്കുകയാണ് എന്നും പാവം എൻ.എം. രാജു ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എൻ.എം. രാജു പറയുന്ന, അദ്ദേഹം കോടതിയിലും പുറത്തും പറയുന്ന എല്ലാ കാര്യങ്ങളും CPM എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എൻ.എം. രാജു പറയുന്ന എല്ലാ കാര്യങ്ങളും CPM വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ശരി, അബിൻ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ 2022 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിക്കാവുന്ന എൻ.എം. രാജുവിന്റെ ഇന്നലെ ED 44.5 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപ തട്ടിപ്പ് കേസിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ.എം. രാജു കോടതിയിലും പുറത്തും പറയുന്ന എല്ലാ കാര്യങ്ങളും CPM എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യം, ഗോപം ഉത്തരം പറഞ്ഞാൽ നമുക്ക്. എനിക്ക് ഷ്യാമിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എനിക്ക് ഞങ്ങൾക്കില്ല ബാധ്യത. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ എടുക്കും, നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ എടുക്കും, ബാക്കിയുള്ളത് ഞങ്ങൾ വിശ്വസിക്കില്ല. തകർച്ചയുടെ ഉത്തരവാദിത്വം CPM-ന് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ ചോദിക്കട്ടെ അബിൻ, 2022 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന തുക 95 ലക്ഷമായി ഉയർത്തിയത്. എൻ.എൻ. രാജു സാമ്പത്തിക ഒരു ഫിനാൻസ് കമ്പനി നടത്തിയതാ, നിങ്ങളുടെ മുന്നണിക്കകത്ത് നിന്നതാ. അദ്ദേഹത്തിന്റെ ഫിനാൻസിന്റെ ഉത്തരവാദിത്വം അല്ല ഞങ്ങൾ ഏറ്റെടുക്കണമെന്നോ അല്ലെ ഞങ്ങൾ അതിനെ തള്ളി എൻ.എം. രാജു എന്തെങ്കിലും ബ്ലാക്ക് മണി വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജോസ് കെ മാണിയുടെയാ. എൻ.എം. രാജു എന്തെങ്കിലും ബ്ലാക്ക് മണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജോസ് കെ മാണിയുടെയാ. നിങ്ങളുടെ നേതാവിന്റെ മുന്നേറ്റ യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. മധ്യ കേരളത്തിൽ മുന്നേറ്റ യാത്ര നടത്തുന്നുണ്ട്. മധ്യ കേരളത്തിൽ മുന്നേറ്റ യാത്ര നടത്തുന്നുണ്ട് ജോസ് കെ മാണി. എൻ.എം. രാജു കള്ളപ്പണം വെളുപ്പിച്ചെങ്കിൽ ജോസ് കെ മാണിയുടെയാ, നിങ്ങളുടെ നേതാവിന്റെയാ. ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ? എൻ.എം. രാജുവിനെ ED കണ്ടുകെട്ടിയത് 44 കോടി രൂപയുടെ സ്വത്താ. എൻ.എം. രാജു പറയുന്നത് മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആരോപണങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപം പൊതുസമൂഹം കണ്ടില്ലെന്ന് അടിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നേ. എൻ.എൻ. രാജു ഒരു പാർലമെന്റ് മെമ്പർക്കെതിരായിട്ട് ഉന്നയിച്ച ആക്ഷേപത്തെ അതുകൊണ്ട് എൻ.എൻ. രാജുവിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സൗകര്യമുള്ളത് നിങ്ങൾ എടുക്കും, ബാക്കിയുള്ളത് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാ പറഞ്ഞേ, നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ എടുക്കും, ബാക്കിയുള്ളത് നിങ്ങൾ എടുക്കില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ എടുക്കും, ബാക്കിയുള്ളത് എടുക്കില്ല. നിങ്ങൾക്ക് സൗകര്യം ഇല്ലാത്തതെന്നോണ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള? അബിൻ, ഞാൻ അവസാനമായി ഷ്യാമിലേക്ക് പോയതുമില്ല. രാജു പറഞ്ഞത് അബിൻ, തെളിയിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുമല്ലേ? ശ്രീ ഗോപൻ, നിങ്ങൾ അന്വേഷിക്കല്ലേ 4 കൊല്ലമായിട്ട്? തെളിയിക്കാൻ പാടില്ലേ? കേരളത്തിലെ പോലീസ് കഴിവില്ലേ? കഴിവില്ലേ? ഒരു പരാതി എൻ.എം. രാജുവിന് എഴുതി കൊടുത്താൽ മതിയല്ലോ.
പരാതി എൻ.എം. രാജു എന്തിനാ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഞങ്ങൾക്കറിയില്ല. ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ല. കാര്യം അറിയാൻ നിങ്ങൾക്കാണ്, നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമായിട്ടാണ് പോറ്റിക്ക് ബന്ധം. അതുകൊണ്ട് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാൻ പറ്റും. ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അയാൾ എവിടെ കൊണ്ടുപോയതും വാങ്ങിച്ചതും ഒക്കെ അദ്ദേഹമായിട്ട് ബന്ധമുള്ളവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമാണ് അടി തൊട്ട് ശ്യാം എന്നോട് ക്ഷമിക്കണം, ശ്യാമിലേക്ക് വരാൻ ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇതിലൊരു പ്രശ്നം 2022 95 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതുവരെ 2019 70 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ ആന്റണി MP കണക്കുകൾ എത്ര തുക എന്നുള്ള പേര് കണക്ക് പറയാത്തതെന്ന് എനിക്ക് അഭിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ആ രേഖകളൊക്കെ പുറത്തേക്ക് വരുമെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. അങ്ങനെ വരട്ടെ എന്ന് മാത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്ര കോടികൾ എന്നുള്ള വലിയ ചോദ്യമാണ് ഇന്ന് കേരളത്തിന് മുന്നിൽ ഉയർന്നിരിക്കുന്നത്.